ഓഫീസിൽ കമ്പ്യൂട്ടറിൽ നോക്കി ജോലി ചെയ്യുക, വർക്ക് ഫ്രം ഹോം, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന പല ആളുകളിലും തലവേദന റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എക്സാമിൻ ചെയ്യുമ്പോഴും ഇൻവെസ്റ്റിഗേഷൻസിലും ഒക്കെ ഇവര് നോർമൽ ആയിരിക്കും. സോ ഈ തലവേദന മൈഗ്രെയിൻ ആയിട്ട് കരുതാം. പക്ഷേ ഇങ്ങനെയുള്ള മെജോറിറ്റി ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് കണ്ടെത്താറുണ്ട്. മൈഗ്രെയിൻ പോലെ മറ്റൊരു പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ ആണ് ടെൻഷൻ ഹെഡേക്ക്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്കാൽപ്പ്, കഴുത്ത്, മുഖത്തെ മസിൽസിന് വരുന്ന ടെൻഷൻ കൊണ്ടാണ് ഈ തലവേദന ഉണ്ടാവുക. ഇപ്പൊ ഓഫീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്ത് പിന്നീട് വീട്ടിലെത്തുമ്പോഴായിരിക്കും ഇവർക്ക് തലവേദന വരിക. ചില ആൾക്കാർ മൈഗ്രെയിനും ടെൻഷൻ ഹെഡേക്കും ഒരുമിച്ച് കാണാറുണ്ട്. പക്ഷെ മൈഗ്രെയിൻ പോലെ തലവേദന വരുമ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഛർദി, ലൈറ്റിനോടും സൗണ്ടിനോടുള്ള ബുദ്ധിമുട്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വേദന കൂടി വരിക, ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇവരിൽ പൊതുവെ കാണാറില്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഹെഡേക്കിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ, മെഡിസിൻ, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, എക്സസൈസ്, ഇതൊക്കെ തന്നെ മൈഗ്രെയിനിൽ നിന്നും ഡിഫറെന്റ് ആണ്. കുറെ കാലം ചികിത്സ ചെയ്തിട്ടും മൈഗ്രെയിൻ മാറുന്നില്ല, തലവേദന കുറയുന്നില്ല എന്നൊക്കെ പറയുന്നവരിൽ ആ തലവേദന മൈഗ്രെയിനോ അല്ലെങ്കിൽ മൈഗ്രെയിനിന്റെ കൂടെ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന തലവേദന ഈ രീതിയിലാണെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ.